കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വിഭാഗീയതയും വർഗീയതയും എല്ലാം പടർത്തുന്നത് ആരാണ്? ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് SDPI തന്നെയാണ്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കമൊന്നും ഉണ്ടാകില്ല. പക്ഷേ SDPI ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ വിഭാഗീയ രാഷ്ട്രീയവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ അവർ മുമ്പും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില രക്ഷിതാക്കളെയെല്ലാം കരുവാക്കിയാണ് അവർ ഇത്തരം വിഭാഗീയ അജണ്ടകൾ നടപ്പാക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു വിവാദമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരവാദത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മൗലിക അവകാശമാണെന്നൊക്കെ പറഞ്ഞ് അവർ സമർത്ഥിക്കാനും വളരെ മിടുക്കന്മാരായുള്ള ഒരു വിഭാഗം തന്നെയാണ്. ഇപ്പോൾ SDPI ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ഹിജാബ് വിഷയം, പള്ളുരുത്തി സെൻറ് റീതാസ് പബ്ലിക് സ്കൂളിലെ ആ ഒരു ഹിജാബ് വിഷയത്തിൽ ഇത് ആളിക്കത്തിച്ചത്, ഈ ഒരു വിവാദം ആളിക്കത്തിച്ചത് SDPI ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അവരുടെ പ്രവർത്തകരാണ് ആ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനെ കൃത്യമായിട്ട് തന്നെ പ്രഷറൈസ് ചെയ്ത് 2 ദിവസം സ്കൂൾ അടച്ചിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ ഈ SDPI എന്ന് പറയുന്ന സംഘടനയെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അവരെ വെള്ളപൂശാനാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പെട്ടെന്നുള്ള മലക്കം മറിച്ചില്ല. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ SDPI സംവിധാനം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. മറ്റൊരു കാര്യം ഹൈബി ഈഡൻ്റെ സമീപനമാണ്. കാരണം ഹൈബി ഈഡൻ എറണാകുളത്തെ MP ആണ്. അപ്പോൾ അദ്ദേഹം സ്കൂളിൽ വന്ന് പ്രശ്നപരിഹാരത്തിന് എത്തിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് സെൻറ് റീതാസ് പബ്ലിക് സ്കൂളിലെ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് സന്ദർശനത്തിന് ശേഷം ഈ പ്രശ്നപരിഹാരമായി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല, BJPയും RSSും ആണ് ഇവിടെ മുതലെടുപ്പിന് ശ്രമിക്കുന്നത്, പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് SDPIക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ ഹൈബി ഈഡന് ധൈര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഹൈബി ഈഡൻ SDPIയെ കുറിച്ച് ഒരു പരാമർശം പോലും നടത്തിയില്ല. അവിടെ പിക്ചറിൽ പോലും ഇല്ലാത്ത BJPയും RSSനെയുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് UDFനാണെങ്കിലും LDFനാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം UDFനെ സംബന്ധിച്ച് SDPIയുമായിട്ട് നേരിട്ട് ചങ്ങാത്തത്തിലാണ്. കാരണം ഓരോ മണ്ഡലങ്ങളിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു ഉപകാരം, അതായത് ഇപ്പം ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ അവർക്ക് വോട്ട് ലഭിക്കും. അതാണ് അവർക്ക് പ്രധാനം. രാജ്യമോ അല്ലെങ്കിൽ സംസ്ഥാനമോ മോശമായാലും നശിച്ചാലും ഒന്നും അവർക്കൊരു പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും ഇലക്ഷൻ വിജയിക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ SDPIയുടെ വോട്ട് ഓപ്പണായിട്ട് വാങ്ങിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് SDPI. നേരിട്ടല്ലെങ്കിൽ പോലും അവർ സ്വാഭാവികമായിട്ട് ഒരു LA പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ UDF നേതാക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇപ്പോൾ ധൈര്യമില്ല, ഒന്നും പറയുന്നുമില്ല. അതിന് കുറേ ന്യായീകരണമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം, ഞങ്ങൾ ആരെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം നല്ലൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ UDF സംവിധാനത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. പണ്ട് CPMഉം LDF ഒക്കെ ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. സഖാപ്പി എന്നുള്ള പ്രയോഗം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പകൽ CPM പ്രവർത്തകനും രാത്രി SDPI പ്രവർത്തകനുമായുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. പല മണ്ഡലങ്ങളിലും ചില MLAമാർ വരെ ഈ രീതിയിൽ SDPIയുടെ സപ്പോർട്ടൊക്കെ നേടി വിജയിച്ച ചരിത്രമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടേക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് കേരളത്തിലെ ഒരു വല്ലാത്ത സാഹചര്യം. 2018 ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം, അതുകൂടാതെ ഫുൾ സ്ലീവ് ഷർട്ട് ഇടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി കൃത്യമായിട്ട് തന്നെ ഒരു വിധി അന്ന് പുറപ്പെടുവിച്ചിരുന്നു. ആ ഒരു വിധിയിൽ വ്യക്തമായി തന്നെ ജഡ്ജിയായ മുഹമ്മദ് മുഷ്താഖ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മൗലിക അവകാശം എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനിക്കുണ്ടോ, അതുപോലെ തന്നെ സഭകൾ നടത്തുന്ന സ്കൂളുകൾക്കും ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു നിഷ്കർഷ, അതായത് യൂണിഫോം സംബന്ധിച്ചൊരു നിഷ്കർഷ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ, ഒരു സ്കൂൾ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അന്ന് കോടതി വിധി പ്രസ്താവിച്ചത്. TC വാങ്ങി മറ്റു സ്കൂളുകളിൽ പോകാം. എല്ലാ സ്കൂളുകളിലും ഇതുപോലെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ചില സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചു പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കോടതിയുടെ വിധി വന്നത്. ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ
കൂടുതൽ കുട്ടികൾ, അതായത് 50-ലധികം മുസ്ലിം കുട്ടികൾ ഇതേ രീതിയിൽ അവിടെ വന്ന് പഠിക്കുന്നുണ്ട് സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ. അവർക്കൊന്നും ഈ പ്രശ്നമില്ല. ഈ കുട്ടി പോലും ഇവിടെ ആ രീതിയിലാണ്, അതായത് ഹിജാബ് ധരിക്കാതെ സ്കൂൾ യൂണിഫോം കൃത്യമായി പാലിച്ചാണ് വന്നിരുന്നത്. പെട്ടെന്നാണ് അതിലൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇതിലുണ്ടായിട്ടുണ്ട്. SDPI എന്നുള്ള സംഘടനയാണ് ഈ ഒരു പ്ലോട്ടിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അവരെ സംബന്ധിച്ച് ഇതെല്ലാം ടെസ്റ്റ് ഡോസുകളാണ്. കാരണം നമ്മൾ കണ്ടതാണ് കർണാടകയിലെ ഹിജാബ് വിഷയമൊക്കെ. പക്ഷേ ഈ ഹിജാബ് വിഷയത്തിൽ കേരളത്തിൽ വേണ്ടത്ര രീതിയിലുള്ള പിന്തുണ ഇത്തരം സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് അന്യായമാണെന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾ, അത് ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും. കേരളത്തിലെ ഏറ്റവും രസകരമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, മതേതരവാദികൾക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകുന്നത്, അല്ലെങ്കിൽ ഒരാൾ മതേതരവാദിയാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കൊടും വർഗീയവാദികളായ ആളുകളാണ്. അതായത് വിഭാഗീയമായ ചിന്താഗതികൾ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ തീരുമാനിക്കും ആരാണ് മതേതരവാദി, ആരാണ് വർഗീയവാദി എന്നുള്ളത്. അതായത് അവർക്ക് വർഗീയതയാവുക, അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ വർഗീയ ചിന്തകൾ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും, എല്ലാം പറയാം, എന്നിട്ട് ഇരവാദം എന്നുള്ള ഒരു കാര്യം അവർ മുന്നോട്ട് വയ്ക്കും. പക്ഷേ ഇന്നിപ്പം സാധാരണക്കാരൻ ഒരു സത്യം പറയുകയാണെങ്കിൽ അയാളെ വർഗീയവാദിയായിട്ട് ചാപ്പ കുത്താനാണ് ഇത്തരം സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്തുണ നൽകുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. എന്തായാലും ഇതിലൊരു മാറ്റം അടുത്ത കാലത്തൊന്നും ഉണ്ടാകുമെന്ന് നിലവിൽ തോന്നുന്നില്ല.